എങ്ങനെ നമുക്കൊരു ടീമിനെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ബിസിനസ്സുകാരനോ എന്ത് ശ്രദ്ധിക്കണം, എങ്ങനെ നമുക്ക് ടീം സെറ്റ് ചെയ്യാം? റൈറ്റ്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ. നമ്മുടെ ഓർഗനൈസേഷനെ എങ്ങനെയാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഗോളിലേക്ക്, വിഷനിലേക്ക് പോകാൻ സ്ട്രക്ചർ ചെയ്യുന്നത്, ആ സ്ട്രക്ചറിലെ റോൾസിനാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ പീപ്പിൾ ഓറിയൻറ്റഡ് ആവാതെ ഒരു പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പർപ്പസ് ഡ്രിവണിലേക്ക് പോകണമെങ്കിൽ ഇനീഷ്യലി ചില പ്രോസസ്സ് സെറ്റ് ചെയ്യണമായിരിക്കും. പക്ഷേ അവിടെ എല്ലാം ഈ റോൾ ക്രിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. ആ റോളിൽ പ്രോപ്പർലി ഇപ്പോൾ ഞങ്ങൾ കൺസൾട്ടിങ്ങിലൊക്കെ ഒരു സ്കിൽ വിൽ മാട്രിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഒരാളുടെ കോമ്പിറ്റൻസി അസസ് ചെയ്യണത്. വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. സിംപ്ലി പറഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഒരു എ കാറ്റഗറി കമ്പനി ഉണ്ടാക്കാനാണെങ്കിൽ എ കാറ്റഗറി എംപ്ലോയി നമ്മുടെ കൂടെ വേണം. നമ്മുടെ കൂടെയുള്ള ഒരു ബി ആണെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് ബി കാറ്റഗറി കമ്പനി ആയിരിക്കും. സി ആണെങ്കിൽ കമ്പനി സിയിലും എത്തും. അപ്പോൾ എ ആണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ ടാലൻറ്റ് അക്വിസിഷനിൽ ശരിക്കും ഒന്ന് ഫോക്കസ് ചെയ്യണം. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. റൈറ്റ് ടാലൻറ്റ് ഇൻ റൈറ്റ് പ്ലേസ് എന്നാലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് തരാൻ പറ്റുള്ളൂ. മറ്റുള്ള പലരും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഈ ആത്മാർത്ഥത കൊണ്ട് കമ്പനി വളരുന്ന. ആത്മാർത്ഥതയും കഴിവും രണ്ടാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം.